എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ആ 900നെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഒരു കൊല്ലമായിട്ട് അതിനെ ചെയിനിൽ ലോക്ക് ചെയ്ത് അവിടെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അതിന് പറ്റിയൊരു ഷാഡോ അവർക്ക് കിട്ടിയത്. ഗഗ്ഗോമൊറയാണെങ്കിൽ ലൂഫിയോട് പറയും, ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പിന് വിരാമമായി. നിന്റെ ചെറിയ ബോഡിയിൽ നിന്ന് ഞാനിപ്പോ നീ പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു ബോഡി തരാൻ പോവാണ്. നിന്റെ പവറും ആ ബോഡി കൂടെ ആവുമ്പോ പിന്നീട് നീ ആയിരിക്കും നമ്പർ 1 എന്റെ സോൾജിയർ. നാമിക്കും ചോപ്പറിനും ഉസോപ്പിനും അത് കേട്ട് ഹാർട്ട് ബീറ്റ് കൂടും. അവരങ്ങനെ പേടിച്ച് നിൽക്കും. ഉടനെ ആ ഗഗ്ഗോമൊറിയ അവനിപ്പോ ലൂഫിയുടെ ഷാഡോയോട് പറയും, ഇത്രയും കാലവും നിനക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ നീ അതൊക്കെ മുറിച്ചു കളഞ്ഞ് എനിക്ക് ഒബീഡിയന്റായി ജീവിക്കേണ്ട സമയമായിരിക്കാണ്. ഞാൻ പറയുന്നത് കേട്ട് ഒരടിമയായി ഈ ശരീരത്തിൽ നീ ജീവിക്കണം. ഇത് കേട്ട് അത്രയും നേരം രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ലൂഫിയുടെ ഷാഡോ അതാണെങ്കിൽ ഇവിടെ ഡോക്ടർ ആണെങ്കിൽ ഗഗ്ഗോമൊറിയോട് പറയും, ഈ സിൻഡ്രി അവളുടെ കൂടെ പഴയ മെമ്മറീസ് ഇത് കളയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ കളയാണെങ്കിൽ അവൾ ഇനി മേലാൽ പ്ലേറ്റ്സ് ഒന്നും പൊട്ടിക്കില്ല. അവൾക്ക് പ്ലേറ്റ്സിനോട് ഭയങ്കര വെറുപ്പാണ്. ഉടനെ ഇൻവിസിബിൾ മാൻ ആ സിൻഡ്രി പെണ്ണ് ഡോക്ടറിന് ഒട്ടും വില കൽപ്പിക്കുന്നില്ല. അവൾക്ക് കുറച്ചെങ്കിലും വില കൊടുത്തൂടെ ഈ സിൻഡ്രിക്ക്? ഇവിടെ ബാക്കിയുള്ള സോംബികളെല്ലാം തന്നെ ഇപ്പൊ ഗഗ്ഗോമൊറിയെ നോക്കി നിൽക്കുകയാണ്. ഗഗ്ഗോമൊറിയെ പറയും, ഈ 900ന് പുതിയൊരു ലൈഫ് കൊടുത്ത് ഇവനെ എഴുന്നേൽപ്പിക്കാൻ സമയമായി. സോ എല്ലാവരും അതിന് തയ്യാറെടുക്കണം. 900 നീ ഇപ്പൊ തന്നെ ഈ ഡീപ് സ്ലീപ്പിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ഗഗ്ഗോമൊറിയ ആളിപ്പോ ലൂഫിയുടെ ഷാഡോ അതങ്ങനെ എടുത്ത് 900ന്റെ ബോഡിയിൽ വലിച്ചടിക്കും. ചുറ്റുമുള്ള സോംബികൾ എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടുകൂടെ അത് നോക്കി നിൽക്കുകയാണ്. ആക്ച്വലി ഇതിവിടെ എപ്പോഴും നടക്കുന്ന കാര്യമാണ്. പക്ഷെ അവർ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബോഡിയും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഷാഡോയും അത് രണ്ടും ഒന്നിക്കുന്നത് കാണുന്നത്. നമ്മുടെ ആൾക്കാരും അത് നോക്കി നിൽക്കും. കാരണം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ലൂഫിയുടെ ഷാഡോ അത് പതിയെ ആ ഒരു ബോഡി അത് മുഴുവനായിട്ടും വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കണ്ണൊക്കെ തള്ളി ആകാംക്ഷയോടുകൂടെ അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ നോക്കി നിൽക്കും. ഉടനെ ആ ചെയിനുകള് അതങ്ങനെ കിടുങ്ങി വറച്ച് പതിയെ അത് പൊട്ടാനായിട്ട് ആരംഭിക്കുകയാണ്. ആ 900 അത് 10 നിമിഷം തന്നെ ഡീപ് സ്ലീപ്പിൽ നിന്ന് പുതിയൊരു ഷാഡോയായി പുറത്തേക്ക് വരും. നമ്മുടെ സ്വന്തം ലൂഫിയുടെ ഷാഡോ പവറുമായി 900ന്റെ കൈ അത് ചെറുതായിട്ട് അനങ്ങുമ്പോ തന്നെ ഇപ്പൊ ഉസോപ്പിന് അവന്റെ നെഞ്ചില് എന്തോ പെടപെടയ്ക്കാൻ തുടങ്ങും. ചോപ്പറിനാണെങ്കിൽ ആ കാഴ്ച കാണാനുള്ള ശക്തിയില്ല. അവൻ കണ്ണ് പൂട്ടി നിൽക്കും. ആ ബിൽഡിങ്ങിലുണ്ടായിരുന്ന വവ്വാലുകള് അവറ്റകളൊക്കെ തന്നെ പേടിച്ച് ദൂരേക്ക് പറന്നു പോവാണ്. 900 ജയന്റ് അതാണെങ്കിൽ ചെയിനുകളൊക്കെ വലിച്ചു പൊട്ടിച്ച് അങ്ങനെ ഹായായിട്ട് എഴുന്നേറ്റ് നിൽക്കും. ഇത് കണ്ട അടുത്ത സെക്കൻഡ് നമ്മുടെ 3 ആൾക്കാരും നോ രക്ഷിക്കടാ എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. ഉടനെ ചുന്ദരി പെണ്ണ് ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കും. അപ്പ അവളുടെ അസിസ്റ്റന്റിന്റെ ബോഡിയിൽ നിന്ന് അവര് 3 പേരും ഇപ്പൊ പുറത്തേക്ക് ചാടി വരുന്നതായിട്ട് അവള് കാണും. വില്ലത്തിക്കാണെങ്കിൽ അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. യു ആർ അൺബിലീവബിൾ. നീ ആക്ച്വലി എന്റെ അസിസ്റ്റന്റ് തന്നെയാണോ? ഇത്രയും നേരം ഇവർ നിന്റെ ബോഡിയിൽ ഒളിച്ചിരുന്നിട്ടും എന്തുകൊണ്ട് നീ ഇത് പറഞ്ഞില്ല എന്ന് ചോദിച്ച് അതിനെ വീണ്ടും എടുത്തിട്ടിടിക്കുകയാണ്. ഇൻവിസിബിൾ മാനാണെങ്കിൽ ഇപ്പൊ നാമിയെ കാണുമ്പോഴായിരിക്കും ശ്വാസം നേരെ വീഴുക. വാവ്, എന്റെ ചുന്ദരി കുട്ടിയെ എനിക്ക് വീണ്ടും കണ്ടെത്താൻ കഴിഞ്ഞു. എന്റെ കല്യാണം അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പറയും. ആക്ച്വലി ഇപ്പൊ നമ്മുടെ 3 ആൾക്കാരും അവര് പെട്ടുകിടക്കുന്നത് വലിയ വില്ലന്മാരുടെ ഒത്ത നടുവിലാണ്. അവർക്കിനി രക്ഷപ്പെടാനാവില്ല. ഓരോരുത്തരും അവരെ തുറച്ചു നോക്കാൻ തുടങ്ങും. ഇവിടെ 900 ആണെങ്കിൽ അതിന്റെ ചെയിൻ അത് മുഴുവൻ വലിച്ചു പൊട്ടിച്ച് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അതിനുശേഷം ഫുൾ പവറില് നമ്മുടെ ആൾക്കാർ തുറച്ചു നോക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിനെ കണ്ട് ഡബിൾ ഷോക്കായിട്ടിരിക്കും. ആ 900 ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കല്ല് അതെടുത്ത് വലിച്ചെറിയും. പക്ഷെ അതാണെങ്കിൽ ആ ഡോക്ടറിന്റെ മേലെ വലിയൊരു പാറയായിട്ടായിരിക്കും വന്ന് ആഞ്ഞടിക്കുക. 900 ആണെങ്കിൽ വാ തുറക്കുമ്പോ തന്നെ വലിയൊരു കാറ്റ് അവിടേക്ക് വീശി അടിക്കും. എനിക്ക് മീറ്റ് വേണമെന്ന് പറഞ്ഞ് അത് നിലവിളിക്കും. അതിന്റെ വായിൽ നിന്ന് വന്ന ആ ഒരു എയർ അതിന്റെ പവറില് ഇവിടെ ഫ്രാങ്കിയും റോബിനും സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴും. അതേസമയം ഇവിടെയാണെങ്കിൽ ആ വമ്പ കാറ്റില് ചോപ്പറും ഉസോപ്പും ആമയും അവർ തെറിച്ച് ആ ഡോറിന്റെ എൻട്രൻസിലേക്ക് വീഴും. പിന്നെ ഒന്നും നോക്കില്ല, ചാടി എഴുന്നേറ്റ് 100-110 ഓടുകയാണ്. ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ ചുറ്റും നോക്കും. ഓ മൈ ഗോഡ്, എന്റെ ബ്രൈഡ് അവൾ എവിടെ പോയി? അതിന് അസിസ്റ്റന്റ് പറയും, മാസ്റ്റർ അവർ കാറ്റിന്റെ ഫോഴ്സില് ഇതുവഴി തെറിച്ചു പോയി. അതേസമയം ഇവിടെ 900 അവൻ നിലവിളിച്ചു പറയും, സാഞ്ചി
എനിക്ക് ഫുഡ് താ. അത് കേട്ട് ആ ഗക്കോ മുറിയ ആള് തന്നെ ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കായി പോവും. സാഞ്ചിയോ അവൻ ആരാണ് ചിന്തിച്ച് അങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. കട്ട് ചെയ്ത പുറത്താണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും കണ്ടതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇത്രയും നാൾ ആ ഡോക്ടർ ഗക്കോ മുറയ്ക്ക് വേണ്ടി ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നാമിക്കാണെങ്കിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ വിട്ടു മാറിയിട്ടില്ല. കാരണം ആ ഒരു 900 ജയന്റ് അത് കണ്ണു തുറന്ന ഉടൻ തന്നെ സാഞ്ചിയുടെ പേര് വിളിച്ചു ഫുഡ് ചോദിച്ചു. അതിനർത്ഥം ലുഫിയുടെ ഷാഡോ മാത്രമല്ല അവന്റെ ക്യാരക്ടർ കൂടെ അതിലേക്ക് ആഡായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആ പെൻഗ്വിൻ. ഇതിന്റെ നേച്ചറും അസൽ സാഞ്ചിയെ പോലെ തന്നെയായിരുന്നു. അപ്പൊ സോംബീസ് ആയിട്ട് ഇവിടെ ആരുമില്ല. മരിച്ചവരെ എല്ലാവരെയും അവർ സോംബീസ് ആക്കി മാറ്റുകയാണ്. ചോപ്പറിനാണെങ്കിൽ ഇപ്പൊ അവനോട് തന്നെ കുറ്റബോധം തോന്നും. കാരണം ആ ഡോക്ടറിന് മേലെ അവൻ അത്രയധികം റെസ്പെക്ട് വെച്ചിരുന്നു. മറ്റുള്ളവരെല്ലാവരും ആ ഡോക്ടറിനെ കുറ്റം പറഞ്ഞപ്പോ ചോപ്പർ മാത്രമാണ് ആ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്തത്. അത് ഓർക്കുമ്പോ ഇപ്പൊ അവനോട് തന്നെ കുറ്റബോധം തോന്നുകയാണ്. ആ ഡോക്ടേഴ്സിന് തന്നെ വലിയൊരു അപമാനമാണ്. ഒരു കാരണവശാലും ഇതുപോലുള്ളവരെ ജീവിക്കാൻ അനുവദിക്കരുത്. നാമി പറയും ഇനി ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കപ്പലിലേക്ക് എത്തണം. ലൂഫിയെയും സോറയെയും സാഞ്ചിയെയും ഉറപ്പായിട്ടും അവർ നമ്മുടെ കപ്പലിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അവിടെ പോയി അവരെ സേവ് ചെയ്താൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂ. അങ്ങനെ ഒരു വമ്പ പ്ലാനിംഗ് ഒക്കെ ആയിട്ട് മുൻപോട്ടേക്ക് ഓടുമ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ ഇൻവിസിബിൾ മാൻ അവനിപ്പോ അവരുടെ തൊട്ടു പുറകിൽ വന്ന് ചോപ്പറിന്റെയും ഉസോപ്പിന്റെയും ബോഡിയിൽ തീ കത്തിച്ചു വിടുകയാണ്. അവര് രണ്ടുപേരും ഇപ്പൊ ഒരുപാട് വേദനയിൽ നിലവിളിക്കാൻ തുടങ്ങും. ചോപ്പർ, ഉസോപ്പ്, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് നാമി ചോദിക്കും. അപ്പോഴേക്കും ആ ഇൻവിസിബിൾ മാൻ അവൻ ചാടി വന്ന് നാമിയെ പിടിച്ചു വലിച്ച് അങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഉസോപ്പും ചോപ്പറും ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ബോഡിയിലെ തീ അതണയ്ക്കും. ഇന്ന് എന്റെ ഇവളുടെയും കല്യാണമാണ്. ഇനി മുതൽ ഇവളാണ് എന്റെ ജീവിത സഖി. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ ഉസോപ്പ് അവൻ ചാടി എഴുന്നേക്കും. ഉസോപ്പ് ആണെങ്കിൽ അവന്റെ എക്യുപ്മെന്റ് എടുത്ത് ഒരു ഗോലി അതങ്ങനെ വലിച്ചു വിടും. അത് കണ്ട ആ വില്ലൻ ഇപ്പൊ നാമിയുമായിട്ട് ഓൺ ദ സ്പോട്ട് അവിടുന്ന് ഇൻവിസിബിൾ ആവും. ടോപ്പർ അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് സ്മെല്ല് നോക്കും. അവന് പിടികിട്ടും എന്തോ ഒരു വലിയ പവർ ആമിയുടെ സ്മെല്ലിനെ ഇപ്പൊ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആമിയുടെ നിലവിളി ശബ്ദം അത് കേട്ട് ഇപ്പൊ ഉസോപ്പ് നാമിയെ അന്വേഷിച്ച് അവിടെ മുഴുവൻ ഓടി നടക്കും. അപ്പോ ആ വില്ലൻ അവൻ നിലവിളിച്ചു പറയും, സോംബീസ്, ഒരു കാരണവശാലും ഇവരാരും രക്ഷപ്പെട്ടു പോകാനായിട്ട് പാടില്ല. എത്രയും പെട്ടെന്ന് ഇവരെ പിടിച്ച് ഗക്കോ മുറിയുടെ അടുത്തെത്തിക്കണം. ഒരു കൂട്ടം സോംബീസ് ഇപ്പൊ അങ്ങനെ വന്ന് അവർ റൗണ്ട് ചെയ്യും. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഷാഡോസിന് വേണ്ടി ബഹളം വയ്ക്കും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ സോംബീസ് അവറ്റകളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാണ്. ഓപ്പറാണെങ്കിൽ ഉസോപ്പ് പൊട്ടിക്ക്, വെടിവെക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഉസോപ്പ് ാണെങ്കിൽ ആ സോംബികളുടെ ഇടയിലൂടെ പതിയെ മുട്ടിലഴഞ്ഞ് പുറത്തേക്ക് വരും. അതിന്റെ തൊട്ടു പിന്നാലെ ചോപ്പറും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കും. പക്ഷെ സോംബി കൂട്ടം അവര് വിടാതെ മുഴുവനായിട്ടും ചോപ്പറിന്റെ ഉസോപ്പിന്റെ ബോഡിയിലേക്ക് മറിഞ്ഞു വീഴാണ്. അടുത്ത നിമിഷം അവിടേക്ക് ഫ്രാങ്കിയും റോബിനും അവര് പാഞ്ഞെത്തും. അതിനുശേഷം ബ്രൂക്ക് കൊടുത്ത സോൾട്ട് അതിങ്ങനെ വലിച്ചെറിയാണ്. ആ ഉപ്പ് അത് വായിലേക്ക് വീണ സോംബികളുടെ ഷാഡോ അത് പുറത്തേക്ക് പോവാണ്. അത് കണ്ട് ബാക്കിയുള്ള സോംബികള് അവരങ്ങനെ പേടിച്ചു വിറച്ച് റോബിനെയും ഫ്രാങ്കിയെയും നോക്കും. ഇവിടെ പാവം ചോപ്പറും ഉസോപ്പും അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.